നിങ്ങളെല്ലാവരെയും വളരെ സ്നേഹത്തോടുകൂടി ഇന്നത്തെ ആരാധനയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും, ഇത് കേൾക്കുന്നവരെയും മറ്റുള്ളവരെ കേൾപ്പിക്കുന്നവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ദൈവം ആത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. നമ്മുടെ പിതാവായ ദൈവത്തിങ്കൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിങ്കൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനം ഉണ്ടാകട്ടെ. ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ അധരങ്ങളെ തുറക്കണമേ, എന്നാൽ ഞങ്ങളുടെ വായ് നിന്റെ സ്തുതിയെ വർണ്ണിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ, ആദിയെങ്കിലും ഇപ്പോഴും എന്നേക്കുമുള്ള പ്രകാരം തന്നെ. ആമേൻ. ഇന്നത്തെ ആരാധനയ്ക്കായി കർത്താവിൻ്റെ അത്താഴ ശുശ്രൂഷാക്രമത്തിൽ ചില ഭാഗങ്ങൾ, അപ്പം വാഴ്ത്തൽ ഒഴിച്ചുള്ള ഭാഗങ്ങൾ ഇന്നത്തെ ആരാധനയ്ക്കായി നമുക്ക് ഉപയോഗിക്കാം, പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, നിനക്ക് സകല ഹൃദയങ്ങളും തുറന്നിരിക്കുന്നവയും സകല ആഗ്രഹങ്ങളും അറിയപ്പെട്ടവയും നിന്നിൽ നിന്ന് രഹസ്യങ്ങളൊന്നും മറവല്ലാത്തതുമാകുന്നുവല്ലോ. ഞങ്ങൾ നിന്നെ പൂർണ്ണമായി സ്നേഹിപ്പാനും നിന്റെ പരിശുദ്ധാമത്തെ യോഗ്യമായി മഹത്വപ്പെടുത്തുവാനും നിന്റെ പരിശുദ്ധാത്മാവിന്റെ നിശ്വാസത്താൽ ഞങ്ങളുടെ ഹൃദയങ്ങളെ, നനവുകളെ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം വെടിപ്പാക്കണമേ. ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു അരുളി ചെയ്തത് ഇസ്രായേലേ കേൾക്ക. നമ്മുടെ ദൈവമായ കർത്താവേ കർത്താവാകുന്നു. നിർദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കേണ്ടതാകുന്നു. ഇതാകുന്നു ഒന്നാമത്തെ കൽപ്പന. രണ്ടാമത്തേത് അതിനോട് സമം, അതായത് നിന്റെ കൂട്ടുകാരൻ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. ഇവയിൽ വലുതായി വേറെ കൽപ്പനയുമില്ല. ഈ രണ്ട് കൽപ്പനകളിൽ സകലനായ പ്രമാണവും പ്രവാചകന്മാരും അടങ്ങിയിരിക്കുന്നു. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടായി ഈ കൽപ്പനയെ കാപ്പാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ ഉണക്കണമേ. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. സത്യം നമ്മിലല്ലാതെയായി. നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയുന്നുവെങ്കിൽ ദൈവം നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കോണം വിശ്വസ്തനും നീതിമാനുമാകുന്നുവെന്ന് ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു.
നമ്മുടെ പാപങ്ങളെ കുറിച്ച് നേരായും താല്പര്യമായും മാനസാന്തരപ്പെട്ട് നമ്മുടെ കൂട്ടുകാരോട് പ്രിയവും സ്നേഹവുമായിരുന്നു ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിച്ചു കൊണ്ടും മേലാൽ അവന്റെ വിശുദ്ധ വഴികൾ കൂടെ നടന്നുകൊണ്ടും പുതിയ ജീവിതം നയിക്കുവാൻ നിശ്ചയിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം അവനോട് പുതുതായി നിരപ്പാക്കപ്പെടേണ്ടതിന് സർവശക്തനായ ദൈവത്തോട് താഴ്മയായി നമ്മുടെ പാപങ്ങളെ ഏറ്റുപറവിൻ. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥ പിതാവേ, ഞങ്ങൾ നിനക്ക് ഞങ്ങളേൽക്കാർക്കും വിരോധമായി പാപം ചെയ്തിരിക്കുന്നു എന്ന് ഏറ്റുപറയുന്നു. ഞങ്ങൾ പ്രകാശത്തിലല്ല ഇരുട്ടിലത്രേ നടന്നിരിക്കുന്നത്. ഞങ്ങൾ കർത്താവിന് നാം ഉച്ചരിക്കുന്നെങ്കിലും ഞങ്ങൾ അനീതിയിട്ട് അകന്നിട്ടില്ല. ഞങ്ങളോട് കരുണയുണ്ടാകണമേ. യേശു ക്രിസ്തു ഞങ്ങളുടെ സകല പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. നിന്റെ പരിശുദ്ധാത്മാവിനാ ഞങ്ങളെ വെടിപ്പാക്കണമേ. ഞങ്ങളെ മനോസാക്ഷികളെ ഉണർത്തണമേ. മറ്റുള്ളവരോട് ഹൃദയപൂർവ്വം ക്ഷമിപ്പാൻ തക്ക പ്രാപ്തി ഞങ്ങൾക്ക് നൽകണമേ. നിന്റെ നാമത്തിന്റെ മഹത്വത്തിനായി ജീവന്റെ പുതുക്കത്തിൽ മേലാൽ നിന്നെ സേവിപ്പാൻ ഞങ്ങൾക്ക് കൃപ നൽകണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. സത്യമായി ക്രിസ്തുവിൽ കൂടെ തങ്ങളിലേക്ക് തിരിയുന്ന എല്ലാവരോടുമുള്ള ദൈവത്തിന്റെ കൃപാമൊഴി കേൾപ്പിൻ. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവര് എല്ലാവരും എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ക്രിസ്തയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനം തന്നെ. ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലോ നീതിമാനായ യേശു ക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിന്റെ അടുക്കലുണ്ട്. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു. നമ്മുടേതിന് മാത്രമല്ല, സർവലോകത്തിന്റെ പാപത്തിനും തന്നെ. മനഃപൂർവമായ മാനസാന്തരത്തോടും സത്യവിശ്വാസത്തോടും തങ്ങളിലേക്ക് തിരികെയും തങ്ങളുടെ സഹോദരരോട് ക്ഷമിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും പാവചനം നൽകുമെന്ന് തന്റെ മഹാകരുണയാൽ വാഗ്ദത്തം ചെയ്തിരിക്കുന്ന സ്വർഗസ്ഥ പിതാവായ സർവശക്തിയുള്ള ദൈവം നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമ്മോട് കരുണയുണ്ടായി നമ്മുടെ സകല പാപങ്ങളെ ക്ഷമിച്ച് അവയിൽ നിന്ന് നമ്മെ വിടുവിച്ച് സകല നന്മയിലും ഉറപ്പിച്ച് ബലപ്പെടുത്തി നമ്മെ നിത്യജീവങ്കിലേക്ക് പ്രവേശിപ്പിക്കട്ടെ. ആമേൻ. കർത്താവേ, നിനക്ക് സ്തോത്രം. ദൈവവചന ശുശ്രൂഷ കർത്താവ് നിങ്ങളോടുകൂടെ ഇരിക്കട്ടെ, നിങ്ങളോടുകൂടെയും. ഇന്നത്തേക്കുള്ള പ്രത്യേക പ്രാർത്ഥന. സൃഷ്ടിയുടെ വീഴ്ച, ഉയർപ്പിന് മുമ്പ് 8-ാം ഞായർ. നീതിയുടെ ദൈവമേ, കാണാതെ പോയതിനെ നിരന്തരം അന്വേഷിക്കുന്ന പിതാവേ, നീതിയോടും ന്യായത്തോടും ജീവിപ്പാൻ ഞങ്ങളുടെ ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ. ജീവിതത്തിന്റെ സാധാരണ സാഹചര്യങ്ങളിൽ പോലും പരീക്ഷിക്കപ്പെടുന്ന ഞങ്ങളെ വീണുപോകാതെ നിങ്ങളിലേക്ക് ചേർക്കണമേ. ഞങ്ങളുടെ കടങ്ങളെ നീ ഞങ്ങളോട് ക്ഷമിച്ചതുപോലെ ഞങ്ങളോട് കടപ്പെട്ടിരിക്കുന്നവരോട് ക്ഷമിപ്പാൻ ഞങ്ങളെയും ധൈര്യപ്പെടുത്തണമേ. നിന്നെ അന്വേഷിക്കുവാൻ നിന്റെ ജ്ഞാനത്താൽ ഞങ്ങളെ പാലിക്കണമേ. അങ്ങനെ അനുദിന ജീവിതത്തിൽ നിന്റെ സ്നേഹത്തിന്റെ സാക്ഷാത്കാരമാകുവാൻ ഞങ്ങളെ പുതുക്കണമേ. ഞങ്ങളുടെ രക്ഷയ്ക്കായി സ്വന്തം ജീവനം അറിവിലയായി നൽകുകയും നിന്നോടും പരിശുദ്ധാത്മാവിനോടും കൂടെ ഏകദൈവമായി കാലാവസാനം കൂടാതെ ജീവിച്ചു വാഴുകയും ചെയ്യുന്ന ഞങ്ങളുടെ കർത്താവിന്റെ രക്ഷിതാവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ആമേൻ. ഇന്ന് കാലത്തേക്കായി നിശ്ചയിച്ചിരിക്കുന്ന ഒന്നാം വേദഭാഗം ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 1 മുതൽ 10 വരെ. ജെനസിസ് ചാപ്റ്റർ 3 വേഴ്സസ് ഫ്രം 1 to 10. ഉൽപ്പത്തി 3-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള ദൈവവചനങ്ങളെ ശ്രദ്ധിപ്പി. യഹോവയായ ദൈവം ഉണ്ടാക്കിയ എല്ലാ കാട്ടുജന്തുക്കളെക്കാളും പാമ്പ് കൗശല്യമേറിയതായിരുന്നു. അത് സ്ത്രീയോട്, തോട്ടത്തിലെ യാതൊരു വൃക്ഷത്തിന്റെ ഫലവും നിങ്ങൾ തിന്നരുതെന്ന് ദൈവം വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. സ്ത്രീ പാമ്പിനോട്, തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഫലം ഞങ്ങൾക്ക് തിന്നാം, എന്നാൽ നിങ്ങൾ മരിക്കാതിരിക്കേണ്ടതിന് തോട്ടത്തിന്റെ നടുവിലുള്ള വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്, തൊടുകയും അരുത് എന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. പാമ്പ് സ്ത്രീയോട്, നിങ്ങൾ മരിക്കയില്ല നിശ്ചയം, അത് തിന്നുന്ന നാളിൽ നിങ്ങളുടെ കണ്ണ് തുറക്കുകയും നിങ്ങൾ നന്മ തിന്മകളെ അറിയുന്നവരായി ദൈവത്തെ പോലെ ആകുകയും ചെയ്യും എന്ന് ദൈവം അറിയുന്നു എന്ന് പറഞ്ഞു.
ആ വൃക്ഷഫലം തിന്മാൻ നല്ലതും കാൺമാൻ ഭംഗിയുള്ളതും ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യവും എന്ന സ്ത്രീ കണ്ട് ഫലം പറിച്ച് തിന്ന് ഭർത്താവിനും കൊടുത്തു. അവനും തിന്നു. ഉടനെ ഇരുവരുടെയും കണ്ണ് തുറന്നു. തങ്ങൾ നഗ്നരെന്ന് അറിഞ്ഞ് അത്തിയില കൂട്ടിത്തുന്നി തങ്ങൾക്ക് അരയാട ഉണ്ടാക്കി. വെയിലാറിയപ്പോൾ യഹോവയായ ദൈവം തോട്ടത്തിൽ നടക്കുന്ന ഒച്ച അവർ കേട്ടു. മനുഷ്യനും ഭാര്യയും യഹോവയായ ദൈവം തങ്ങളെ കാണാതിരിപ്പാൻ തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഇടയിൽ ഒളിച്ചു. യഹോവയായ ദൈവം മനുഷ്യനെ വിളിച്ച്, നീ എവിടെയെന്ന് ചോദിച്ചു. തോട്ടത്തിൽ നിന്റെ ഒച്ച കേട്ടിട്ട് ഞാൻ നഗ്നനാകൊണ്ട് ഭയപ്പെട്ട് ഒളിച്ചു എന്ന് അവൻ പറഞ്ഞു. ഇങ്ങനെ ഇവിടെ ഒന്നാം വേദഭാഗം അവസാനിക്കുന്നു. Today's responsive psalm is taken from Psalm 53. Psalm 53. The fool says in his heart, there is no God. They are corrupt, and their ways are wild. There is no one who does good. God looks down from heaven on the sons of men to see if there are any who understand, any who seek God. Everyone has turned away. All have become corrupt. There is no one who does good, not even one. Will the evildoers never learn? Those who devour my people as men eat bread, and who do not call on God. But there they are, overwhelmed with dread. But there was nothing to dread. God scattered the bones of those who attacked you. He put them to shame, for God despised them. Oh, that salvation for Israel would come out of Zion, when God restores his people. Let Jacob rejoice and Israel be glad. Glory be to the Father, and to the Son, and to the Holy Spirit. As it was in the beginning, is now, and ever shall be, world without end. Amen. രണ്ടാമത്തെ വേദഭാഗം അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 21 മുതൽ 26 വരെയുള്ള വചനങ്ങൾ. സെക്കൻഡ് ലെസൺ, റോമൻസ് ചാപ്റ്റർ 3 വേഴ്സസ് 21 to 26. ഇപ്പോഴോ ദൈവത്തിന്റെ നീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിങ്കിലെ വിശ്വാസത്താലുള്ള ദൈവനീതി തന്നെ ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ട് വന്നിരിക്കുന്നു. അതിന് ന്യായപ്രമാണവും പ്രവാചകന്മാരും സാക്ഷ്യം പറയുന്നു. ഒരു വ്യത്യാസവുമില്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ് ഇല്ലാത്തവരായി തീർന്നു. അവന്റെ കൃപയാൽ ക്രിസ്തു യേശുവിങ്കിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായത്രേ നീതീകരിക്കപ്പെടുന്നത്. വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ദൈവം തന്റെ പൊറുമയിൽ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുക നിമിത്തം തന്റെ നീതിയെ പ്രദർശിപ്പിപ്പാൻ താൻ നീതിമാനും യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവനെ നീതീകരിക്കുന്നവനും ആകേണ്ടതിന് ഇക്കാലത്ത് തന്റെ നീതിയെ പ്രദർശിപ്പിപ്പാൻ തന്നെ അങ്ങനെ ചെയ്തത്. ഇവിടെ വേദഭാഗം വായിച്ച് അവസാനിക്കുന്നു. A reading from the Holy Gospel according to St. Matthew, chapter 18, verses 23 to 35. Matthew, chapter 18, verses 23 to 35. Therefore, the kingdom of heaven may be compared to a king who wished to settle accounts with his servants. When he began to settle, one was brought to him who owed him 10,000 talents. And since he could not pay, his master ordered him to be sold with his wife and children and all that he had, and payment to be made. So the servant fell on his knees, imploring him, "Have patience with me, and I will pay you everything." And out of pity for him, the master of the servant released him and forgave him the debt. When that same servant went out, he found one of his fellow servants who owed him 100 denarii. And seizing him, he began to choke him, saying, "Pay what you owe." So his fellow servant fell down and pleaded with him, "Have patience with me, and I will pay you." He refused and went and put him in prison until he should pay the debt. When his fellow servants saw what had taken place, they were greatly distressed,
And they went and reported to their master all that had taken place. Then his master summoned him and said to him, "You wicked servant, I forgave you all that debt because you pleaded with me. And should you not have had the mercy on your fellow servant as I had mercy on you?" And in anger his master delivered him to the jailers until he should pay all his debt. So also my heavenly Father will do to every one of you, if you don't forgive your brother from your heart. Here ends the lesson. ഇന്നേക്കുള്ള പ്രത്യേക പ്രാർത്ഥന. ബർത്ത്ഡേ ലിറോയ് കുരുവിള റോഷൻ. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവെ, ദൈവം ചെയ്ത ഉപകാരങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്ന എല്ലാവരെയും അങ്ങ് അനുഗ്രഹിക്കണമേ. ഈ ഒരാഴ്ചക്കാലം സർവശക്തിയുള്ള ദൈവം ഞങ്ങളെ കാത്തതിനായി ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം പറയുന്നു. കർത്താവെ, ഈ പാൻഡമിക് സിറ്റുവേഷനിൽ രോഗത്തിന്റെ പകർച്ച നടക്കുന്ന ഈ സാഹചര്യത്തിൽ നിന്റെ രക്ഷയ്ക്കായി നീ തരുന്ന സൗഖ്യത്തിനായും ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം പറയുന്നു. നീ ഞങ്ങളെ നടത്തുന്നുവല്ലോ, സ്തോത്രം. പ്രത്യേകിച്ച് പുതിയ വർഷത്തിൽ പ്രവേശിച്ചിരിക്കുന്ന പൈതലിനെ അങ്ങ് അനുഗ്രഹിക്കണമേ. അവൻ്റെ ജീവിതം അനുഗ്രഹകരമായി ഇരുപ്പാൻ സഹായിക്കണമേ. രോഗക്കിടക്കയിലായിരിക്കുന്നവരെ ഓർക്കുന്നു. കർത്താവെ, അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമേ എന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. ഗ്രേസ് ആൻ്റിയെയും നിമ്മി ആൻ്റിയെയും സർവശക്തി ദൈവത്തിൻ്റെ കരത്തിൽ തരുന്നു. കർത്താവെ, ബലപ്പെടുത്തിക്കൊള്ളണമേ. പ്രത്യേകിച്ച് നിമ്മു ആൻ്റിക്ക് അങ്ങ് ബലമായിരിക്കണമേ എന്ന് ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു. മറ്റെല്ലാവരെയും ദൂരെയും അടുത്തുമായിരിക്കുന്നവരെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. നീ ചെയ്ത നന്മയ്ക്കായി സ്തോത്രം. ഇപ്പോഴും ഞങ്ങൾ ഞങ്ങളുടെ ആരാധനാ സ്ഥലത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദൈവത്തിന്റെ കൃപ പ്രവർത്തിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പാറയും ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനുമായ കർത്താവെ, അടിയൻ്റെ വായിലെ വാക്കുകളും ഞങ്ങളുടെ എല്ലാവരുടെയും ഹൃദയത്തിലെ ചിന്തകളും അങ്ങേക്ക് ഇഷ്ടകരമായിരിക്കാൻ സഹായിക്കണമേ. ആമേൻ. കഴിഞ്ഞ ആഴ്ച നമ്മൾ സൃഷ്ടിയുടെ നന്മയെക്കുറിച്ച് ചിന്തിച്ചു. എന്നാൽ ഈ ആഴ്ച നമ്മൾ സൃഷ്ടിയുടെ വീഴ്ചയെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. ദ ഫാൾനെസ് ഓഫ് ക്രിയേഷൻ. തന്നിട്ടുള്ള വേദഭാഗങ്ങളിൽ
വീഴ്ച മാത്രമല്ല, ഈ വീഴ്ചയിലൂടെയുള്ള വീണ്ടെടുപ്പും, അങ്ങനെ ദൈവത്താൽ ക്ഷമ പ്രാപിച്ച നാം മറ്റുള്ളവരോടും ക്ഷമിക്കുവാൻ കടമപ്പെട്ടിരിക്കുന്നു എന്നും, അങ്ങനെ ചെയ്തില്ല എങ്കിൽ നമ്മൾ വീണ്ടും വീഴ്ചയിലേക്ക് എത്തിച്ചേരും എന്നും ഇന്നത്തെ പാഠഭാഗങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. ഏദേൻ തോട്ടത്തിൽ പാപം വന്ന വഴി നമുക്കെല്ലാവർക്കും അറിയാം. അതിനെക്കുറിച്ച് പറയാനായി ഞാൻ ആഗ്രഹിക്കുന്നില്ല. എല്ലാവർക്കും കാണാപ്പാഠമാണ് പ്രസ്തുത സംഭവം. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 17-ാം വാക്യത്തിൽ ദൈവം ആദാമിനോട് പറയുന്നു, എന്നാൽ നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും. മറ്റെല്ലാ ഫലങ്ങളും നിനക്ക് ഭക്ഷിക്കാം, അതുകൊണ്ട് നിനക്ക് ഉപജീവിക്കാം, പക്ഷെ ഈ വൃക്ഷത്തിൻ്റെ ഫലം മാത്രം നീ തിന്നരുത്. ദൈവം ആദാമിന് ഈ കൽപ്പന കൊടുത്തതിന് ശേഷമാണ് അവയെ സൃഷ്ടിച്ചത് എന്ന് സൃഷ്ടിക്കഥകളിൽ നാം മനസ്സിലാക്കുന്നു. എന്നാൽ 3-ാം അധ്യായത്തിൽ പാമ്പുമായുള്ള സംഭാഷണത്തിൽ ഈ സംഭവം ആദാമിൽ നിന്ന് അവൾ മനസ്സിലാക്കിയിരുന്നു എന്ന് ഉള്ള സൂചന നമുക്ക് ലഭിക്കുന്നു. ആദാമിന്റെ അസാന്നിധ്യത്തിൽ പാമ്പ് തോട്ടത്തിൽ വരികയും സ്ത്രീയുമായി സംസാരിക്കുകയും ഉപായരൂപേണ സംശയം ജനിപ്പിക്കുകയും ചെയ്യുകയായിരുന്നു. അതിലേക്കായി പാമ്പ് ഒരു ചോദ്യം ഹവ്വയുടെ മുമ്പിൽ ഇട്ടുകൊടുക്കുന്നു. തോട്ടത്തിലെ യാതൊരു വൃക്ഷത്തിന്റെ ഫലവും തിന്നരുതെന്ന് ദൈവം വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ? അവൾ ഉത്തരം പറയുന്നു, എല്ലാ വൃക്ഷത്തിൻ്റെയും ഫലം തിന്നാം, എന്നാൽ നിങ്ങൾ മരിക്കാതിരിക്കേണ്ടതിന് തോട്ടത്തിലെ നടുവിലുള്ള വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്. അവളുടെ ഉത്തരത്തിൽ ദൈവകൽപ്പനയുടെ തീവ്രത എന്താണെന്ന് വ്യക്തമാണ്. ആദ്യ ചോദ്യത്തിൽ സംശയത്തിന്റെ വിത്ത് എറിഞ്ഞുകൊടുത്ത പാമ്പ് ദൈവകൽപ്പനയെ ലംഘിച്ച് പാപം ചെയ്യുന്നതിലൂടെ അവർക്ക് ലഭിക്കുന്ന സൗഭാഗ്യത്തെക്കുറിച്ചുള്ള നിശ്ചയത്തെ വ്യക്തമാക്കുന്നു. പാമ്പ് പറയുന്നു, നിങ്ങൾ മരിക്കുകയില്ല നിശ്ചയം, അത് തിന്നുന്ന നാളിൽ നിങ്ങളുടെ കണ്ണു തുറക്കുകയും നിങ്ങൾ നന്മതിന്മകളെ കുറിച്ച് അറിയുന്നവരായി ദൈവത്തെ പോലെ ആകുമെന്ന് ദൈവം അറിയുന്നു എന്നാണ്. ആ ദൈവം അറിയുന്നു എന്ന പദം വളരെ ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. ഇപ്പോൾ അവളുടെ മോഹം വർദ്ധിച്ചു. യാക്കോബ് ലേഖനത്തിൽ പറയുന്നത് പോലെ 1:15 മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. അവളുടെ ആകാംക്ഷ കൂടി. എളുപ്പ വഴിയിലൂടെ ദൈവത്തെ പോലെ ആകുവാൻ, ഉന്നതിയിൽ എത്താൻ അവൾ ആഗ്രഹിച്ചു. സാത്താൻ കൊടുത്ത ഉപദേശം അവൾ ശിരസാവഹിച്ചു. അവൾ വൃക്ഷഫലത്തെ സമീപിച്ചു. ഈ ചിന്ത അവൾ മനസ്സിൽ വെച്ചുകൊണ്ട് ആ ഫലത്തെ അവൾ വീക്ഷിച്ചു. വചനം ഇങ്ങനെ പറയുന്നു, ആ വൃക്ഷഫലം തിന്മാൻ നല്ലത്, കാൺമാൻ ഭംഗിയുള്ളത്, ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യമെന്ന് സ്ത്രീ കണ്ടു. പറിച്ചു തിന്നു, ഭർത്താവിനും കൊടുത്തു. അവളുടെ നാവ്, അവളുടെ കണ്ണ്, അവളുടെ മനസ്സ് എല്ലാം ഒരുമിച്ച്, അവളുടെ പഞ്ചേന്ദ്രിയങ്ങൾ ഒരുമിച്ചപ്പോൾ പാപത്തിന്റെ മാർഗത്തിലേക്ക് പെട്ടെന്ന് അവൾക്ക് പ്രേരണയുണ്ടായി. അവൾ തിന്നുക മാത്രമല്ല, ഭർത്താവിനും കൊടുത്തു. ഇതാ പാപം ഒരു സാമൂഹ്യ അനുഭവമായി മാറുന്നു. ശേഷമുള്ള തലമുറകളിലും, കയ്യിനും ഹാബേലിലും, ഇന്ന് വരെയുള്ള തലമുറയിലും ആ പാപം നിലകൊള്ളുന്നു. അതുകൊണ്ടാണ് ദാവീദ് പ്രാർത്ഥിച്ചത്, പാപത്തിൽ എൻ്റെ അമ്മ ഗർഭം ധരിച്ചു, ജന്മത്തിലെ എൻ്റെ രക്തത്തിൽ അത് കലർന്നു. പാപത്തിന്റെ ഫലമായി ഇരുവരുടെയും കണ്ണു തുറന്നു. അവർ നഗ്നരാണെന്ന് അറിഞ്ഞു. ഈ പാപത്തെ മറയ്ക്കാനായിട്ട് സ്വന്തം പരിശ്രമങ്ങൾ നടത്തി അത്തിയിലയെ ശരണം പ്രാപിച്ചു. ദൈവത്തിന്റെ ശബ്ദം കേട്ടപ്പോൾ അവർ ഓടി ഒളിച്ചു. ദൈവം ചോദിച്ചു, തിന്നരുതെന്ന് പറഞ്ഞ ഫലം നീ തിന്നോ എന്ന് ചോദിച്ചു. അവൾ ആദാമുമായി ഒഴികഴിവ് പറയുന്ന സംഭവത്തെ നമുക്ക് കാണാൻ കഴിയുന്നു. അവൾ പറഞ്ഞു, പാമ്പ് തന്നു, ഞാൻ തിന്നു. പാമ്പ് വഞ്ചിച്ചു. ആദാം പറഞ്ഞു, സ്ത്രീ തന്നു, ഞാൻ തിന്നു. പലപ്പോഴും പാപം ചെയ്തതിന് ശേഷം അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ പലതരത്തിലുള്ള എസ്കേപ്പിസവും
ഇതൊക്കെ പാപത്തിൻ്റെ പ്രേരണകളാണെന്ന് നാം അറിയുന്നു. അവരുടെ നിഷ്കളങ്കത നഷ്ടപ്പെടുത്തി തേജസ് ഇല്ലാതെയായി ഏദേൻ തോട്ടത്തിൽ നിന്ന് അവരെ പുറത്താക്കി. ഇങ്ങനെയാണ് വീഴ്ച സംഭവിച്ചത്. അപ്പോൾ മനുഷ്യന്റെ വീഴ്ച സൃഷ്ടിയുടെ വീഴ്ചയ്ക്കും കാരണമായി തീർന്നു എന്ന് നാം അറിയുന്നു. അതിൻ്റെ സാരം മനുഷ്യൻ രക്ഷപ്പെട്ടാൽ സൃഷ്ടിയും രക്ഷ പ്രാപിക്കും എന്നുള്ളതാണ്. ഇന്നത്തെ സങ്കീർത്തന ഭാഗത്ത് പാപത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പാപം അവിടെ ഒരു യൂണിവേഴ്സൽ കറക്ഷൻ, സാർവത്രികമായ വഷളത്വം, അഴിമതി എന്ന ചിന്തയാണ് അതിൽ നിന്ന് ലഭിക്കുന്നത്. ഈ സങ്കീർത്തനത്തിന് 14-ാം സങ്കീർത്തനമായിട്ട് സാരമുണ്ട് എന്ന് നാം അറിയുന്നു. ഇത് സങ്കീർത്തനം ഉപദേശാസ്പദമായ ഡിഡാക്കയിൽ നിന്ന് വന്നതാണ് എന്നാണ് വേദപുസ്തക പണ്ഡിതന്മാർ ഇതിനെ ചിന്തിക്കുന്നത്. അല്ലാതെ ദാവീദിന്റെ സങ്കീർത്തനമായിരിക്കാനുള്ള സാധ്യതയില്ല എന്നും അവർ പറയുന്നു. ഈ സങ്കീർത്തനം പാപത്തിൽ നിന്നുള്ള വീണ്ടെടുപ്പിന് വേണ്ടിയുള്ള ഒരു പ്രാർത്ഥനയാണ്. 1 മുതൽ 3 വരെ അതിൻ്റെ തുടർന്നുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കുമെന്ന ഒരു പ്രതീക്ഷയും അതിൽ നിന്ന് ലഭ്യമാകുന്നു. എക്സി ലിയോപോൾഡ് പറയുന്നു, എ പ്രയർ ഫോർ ഡെലിവറൻസ് ആൻഡ് ഇൻഡിക്കേറ്റ്സ് കോൺഫിഡൻറ്റ് അഷുറൻസ് ആൻഡ് ഹെൽപ്പ് ഫ്രം ഗാഡ്. ദൈവത്തിൽ നിന്ന് മോചനത്തിൻ്റെ ഹെൽപ്പ് വരുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി ഈ സങ്കീർത്തനം അവസാനിക്കുന്നു. ഇന്നത്തെ റോമാലേഖനത്തിൽ 3-ാം അധ്യായം 21 മുതൽ 26 വരെയുള്ള ഭാഗങ്ങളിൽ മറ്റു ഭാഗങ്ങളും ശ്രദ്ധിച്ചാൽ ഈ സങ്കീർത്തനക്കാരൻ്റെ പ്രാർത്ഥനയോട് യോജിക്കുന്ന ഒന്നാണെന്ന് നാം ഗ്രഹിക്കുന്നു. റോമാലേഖനം 3-ാം അധ്യായം 23-ാം വാക്യം, ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്തു ദൈവതേജസ്സില്ലാത്തവരായി തീർന്നു. എന്നാൽ 24-ാം വാക്യം അനുസരിച്ചിട്ട് we will justified by his grace as a gift through redemption that is in Christ Jesus. ദൈവത്തിന്റെ ദാനമായ യേശുക്രിസ്തുവിന്റെ കൃപയിലൂടെ വീണ്ടെടുപ്പ് ഉണ്ട് എന്ന് നാം ഈ വാക്യം വായിക്കുമ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്നു. വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം യേശുവിനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. റോമാലേഖനം 1-ാം അധ്യായം 17-ാം വാക്യം, അതിൽ ദൈവത്തിന്റെ നീതി വിശ്വാസം ഹേതുവായും വിശ്വാസത്തിനായി കൊണ്ടും വെളിപ്പെടുന്നു. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. പ്രത്യേകിച്ച് റോമാലേഖനത്തിന്റെ ജിസ്റ്റ് എന്ന് പറയുന്നത് ദ ജസ്റ്റ് ഷാൽ ലീവ് ബൈ ഫെയ്ത്ത്. ഈ വാക്യമാണ് പ്രൊട്ടസ്റ്റന്റ് സഭയുടെ വളർച്ചയ്ക്കും പ്രത്യേകിച്ച് അതിൻ്റെ രൂപീകരണത്തിനും ദൈവത്തിൻ്റെ ആത്മാവ് മാർട്ടിൻ ലൂതറിലൂടെ പ്രവർത്തിച്ചതെന്നും ചരിത്രത്തിലൂടെ നാം ഗ്രഹിക്കുന്നു. എബ്രായലേഖനം 2-ാം അധ്യായം 14-15 വാക്യങ്ങളിൽ മരണത്താൽ മരണത്തിൻ്റെ അധികാരിയായിരുന്ന പിശാചിൻ്റെ അടിമത്വത്തിൽ നിന്ന് വിടുവിച്ചു. യേശുക്രിസ്തുവിൻ്റെ മരണം മനുഷ്യന്റെ വീഴ്ചയിൽ നിന്നുള്ള വിടുതലിന് കാരണഭൂതമായി തീർന്നു എന്ന് ആ ഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. റോമാലേഖനം 3-ാം അധ്യായം 21-ാം വാക്യം, ഇപ്പോഴോ ദൈവത്തിന്റെ നീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിലെ വിശ്വാസത്താലുള്ള ദൈവനീതി തന്നെ ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ട് വരുന്നു എന്ന് വായിക്കുന്നു. 9:30 നീതിയെ പിന്തുടരുന്ന ജാതികൾ നീതി പ്രാപിച്ചു എന്നും നാം അറിയുന്നു. എബ്രായലേഖനം 10-ാം അധ്യായം 38-ാം വാക്യം, എന്നാൽ എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും, പിന്മാറുന്നു എങ്കിൽ എൻ്റെ ഉള്ളിൽ നിന്ന് അവർ പ്രസാദിക്കുകയില്ല എന്ന് നാം വായിക്കുന്നു. നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ എത്രേ ആകുന്നു. അപ്പോൾ നമുക്ക് രക്ഷ പ്രാപിക്കാനുള്ള പ്രധാനപ്പെട്ട ഹേതു എന്ന് പറയുന്നത്, പ്രധാനപ്പെട്ട രീതി എന്ന് പറയുന്നത് യേശുക്രിസ്തുവിലുള്ള വിശ്വാസം. അവൻ്റെ രക്തത്താൽ നമുക്ക് പ്രായശ്ചിത്തം ലഭിക്കുമെന്നുള്ള വിശ്വാസം നമ്മെ വീണ്ടും നീതീകരണത്തിലേക്ക് എത്തിക്കുന്നു എന്ന് ദൈവവചനത്തിലൂടെ വായിക്കുന്നു. ഗലാത്യ ലേഖനം 3-ാം അധ്യായം 11-ാം വാക്യവും റോമാലേഖനം 1-ാം അധ്യായം 17-ാം വാക്യവും ഒക്കെ ഈ വിശ്വാസത്താലുള്ള നീതീകരണത്തെ വരയിട്ട് ഉറപ്പിക്കുന്നു. പാപത്തിൽ നിന്ന് നമ്മെ വീണ്ടെടുപ്പിനായി വിശ്വാസം ഏറ്റവും അത്യാവശ്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിശ്വാസമാണ് ഏറ്റവും പ്രധാനമായിട്ട് ഉള്ളത്.
വീണ്ടും വേദഭാഗത്തിൽ നാം അറിയുന്നു, പാപം ശിക്ഷിക്കുമെന്ന ന്യായപ്രമാണ തത്വത്തെ യേശുക്രിസ്തു തരണം ചെയ്തു. രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല എന്ന് പറയുന്ന ആ ആശയത്തെ ലേവ്യ പുസ്തകം 17:11 എബ്രായർ 9:22 ആ ആശയത്തെ ക്രിസ്തുവിലൂടെ പൂർത്തീകരിച്ചു. അപ്പൊ ദൈവനീതിക്ക് വ്യത്യാസം വന്നില്ല, ദൈവത്തിന്റെ വാക്കുകൾക്ക് വ്യത്യാസം വന്നില്ല. നമുക്ക് വേണ്ടി യേശുക്രിസ്തു പാപം ഏറ്റു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53:5 രേഖപ്പെടുത്തുന്നു, എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം തകർന്നു ഇരിക്കുന്നു, നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേലായി, അവന്റെ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. 6 വാക്യത്തിൽ, നാം എല്ലാവരും ആടുകളെ പോലെ തെറ്റി പോയിരിക്കുന്നു, ഓരോരുത്തൻ താൻ്റെ വഴിക്ക് തിരിഞ്ഞിരുന്നു, എന്നാൽ യഹോവ നമ്മുടെ എല്ലാവരുടെയും മഹത്യം അവന്റെ മേലാക്കി, യേശുവിന്റെ മേലാക്കി എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ ഇവിടെ നമ്മളെ യോജിപ്പിച്ചത്, റിക്കൺസിൽ ചെയ്തത്, നമ്മളെ രഞ്ജിപ്പിച്ചത്, നമ്മളെ അനുരഞ്ജത്തിലേക്ക് നടത്തിയത് യേശുക്രിസ്തുവാണ് എന്ന് വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നു. He adopted us. He became ransom. He paid the penalty. റോമാലേഖനം 3:25 നമ്മുടെ വീഴ്ചയിൽ നിന്നുള്ള ഉദ്ധാരണം യേശുക്രിസ്തുവിലൂടെ, ഇൻ ക്രൈസ്റ്റ് ത്രൂ ഹിസ് ബ്ലഡ് ആൻഡ് ബൈ യുവർ ഫെയ്ത്ത്. നമ്മുടെ വിശ്വാസം, യേശുക്രിസ്തുവിൻ്റെ കൃപ, അവൻ്റെ രക്തം, ഇത് മറുവിലയായി, റാൻസമായി, പ്രൊപ്പിഷ്യേഷനായി പ്രവർത്തിച്ചു എന്ന് നാം അറിയുന്നു. ഇത്തരത്തിൽ കൃപയാലും സൗജന്യമായും യേശുവിൻ്റെ രക്തത്തിൻ്റെ പ്രായശ്ചിത്തം മൂലം മോചിതരായ നാം മറ്റ് മനുഷ്യരോടുള്ള പ്രതികരണത്തിൽ ദൈവത്തിൻ്റെ ക്ഷമിക്കുന്ന സ്വഭാവം കാണിക്കേണ്ടതാണ്, മാതൃകയാക്കേണ്ടതാണ് എന്ന് ഇന്നത്തെ സുവിശേഷ വേദഭാഗം നമ്മെ പഠിപ്പിക്കുന്നു. മത്തായി സുവിശേഷം 18:23-35 വരെ വളരെ പരിചയമുള്ള ഭാഗമാണ്. വളരെ നിർദ്ദയനായ ഒരു ഭൃത്യന്റെ ഉപമയാണ് യേശു പറയുന്നത്. അതിനു മുമ്പായി എത്ര പ്രാവശ്യം ക്ഷമിക്കണമെന്ന് പത്രോസിന്റെ ചോദ്യത്തിന് പിന്നാലെയാണ് ഈ ഉപമ. ബാബിലോൺ തന്മുതിൽ 3 പ്രാവശ്യം ക്ഷമിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പത്രോസ് ഇവിടെ 7 പ്രാവശ്യമാക്കുവാൻ ശ്രമിച്ച് കയ്യടി നേടുവാനായി ശ്രമിക്കുന്നു. എന്നാൽ ആ സന്ദർഭത്തിൽ യേശുക്രിസ്തു അതിനെ 7 ഇരട്ടി ആക്കി. എന്ന് പറഞ്ഞാൽ ക്ഷമയ്ക്ക് പരിധിയില്ല, പരിമിതിയില്ല, ഇൻഫിനിറ്റീവ് എന്ന് പഠിപ്പിക്കാനായി ശ്രമിക്കുന്നു. മാത്രമല്ല, ഈ ഉപമയിലൂടെ നമ്മെ പഠിപ്പിക്കുന്ന, നാം ക്ഷമിച്ചില്ല എങ്കിൽ നമുക്ക് ക്ഷമ കിട്ടുകയില്ല. നാം അളക്കുന്ന അളവിനാൽ നമുക്കും അളന്നു കിട്ടും. കർത്താവിന്റെ പ്രാർത്ഥനയിൽ ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളോടും ക്ഷമിക്കണമേ എന്നും, അതിന്റെ വ്യാഖ്യാനത്തിൽ നാം ക്ഷമിച്ചില്ല എങ്കിൽ നമുക്കും ക്ഷമിക്കുകയില്ല എന്നും യേശുക്രിസ്തു പഠിപ്പിക്കുന്നു. ചില സഭകളിൽ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നില്ല. പക്ഷെ പ്രാർത്ഥിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ അപകടമാണ്. ദൈവം ക്ഷമിച്ചു എന്ന് നാം വിശ്വസിക്കുമ്പോൾ നാം ക്ഷമിക്കാതിരുന്നാൽ നമുക്ക് ക്ഷമ കിട്ടുന്നില്ല എന്ന് സാരം. ഈ ഭാഗത്തിലേക്ക് ഞാൻ വരികയാണ്. സ്വർഗരാജ്യം തന്റെ ദാസനുമായി കണക്ക് തീർപ്പാൻ ഭാവിക്കുന്ന ഒരു ദാസനോട് തുല്യം, ഒരു രാജാവിനോട് തുല്യം. 10,000 താലന്ത് കടപ്പെട്ട ദാസൻ 1 താലന്ത് എന്ന് പറയുന്നത് തന്നെ 24 കിലോ സ്വർണമാണ്. അങ്ങനെയെങ്കിൽ ഒരു വലിയ ഭീമമായ തുക കടപ്പെട്ട ദാസൻ ഈ കടം നീട്ടുവാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ട് ഈ രാജാവ്, യജമാനൻ, അവനെയും അവന്റെ ഭാര്യയെയും മക്കളെയും അവനുള്ളതൊക്കെയും വിറ്റ് കടം വീട്ടുവാൻ ആവശ്യപ്പെട്ടു. എന്നാൽ ഇവൻ കേണ് വീണ് നമസ്കരിച്ച് അപേക്ഷിച്ചു. ഇങ്ങനെ പ്രാർത്ഥിച്ചു, യജമാനെ, എന്നോട് ക്ഷമ തോന്നണമേ, ഞാൻ തന്നു തീർക്കാം.
മനസ്സലിഞ്ഞ് മുഴുവനും ഇളച്ചു കൊടുത്തു എന്നാണ് ദൈവത്തിൻ്റെ വചനം വായിക്കുന്നത്. അവനെ വിട്ടയച്ചു. And out of pity for him, master released him and forgave him the debt. എന്നാൽ പ്രസ്തുതദാസന്റെ ഒരു കടക്കാരൻ തനിക്ക് 100 വെള്ളിക്കാശ് മാത്രം കടപ്പെട്ടവനെ കണ്ട് അവന്റെ തൊണ്ടയെ കിഞ്ഞുക്കി. 1 വെള്ളിക്കാശ് എന്ന് പറയുന്നത് ഒരുത്തന്റെ ഒരു ദിവസത്തെ കൂലിയാണ്. മത്തായി സുവിശേഷം 20-ാം അധ്യായം 2-ാം വാക്യം. അങ്ങനെ 100 വെള്ളിക്കാശ്, 100 ദിനാരേജ്, ഇത് മാത്രം കടപ്പെട്ടവനെ അവൻ ഉപദ്രവിച്ചു. അവൻ മനസ്സലിവിന് വേണ്ടി കേണപേക്ഷിച്ചിട്ടും കടം വീട്ടുവോളം അവനെ തടവിലാക്കിച്ചു. കൂട്ടുദാസന്മാർ സംഭവത്തിൽ ദുഃഖിച്ചു. വസ്തുത രാജാവിനെ അറിയിച്ചു. ദുഷ്ടദാസനെ, എന്നോട് അപേക്ഷിക്കയാൽ ഞാൻ നിന്റെ കടം ഇളച്ചു തന്നുവല്ലോ. എനിക്ക് നിന്നോട് തോന്നിയ കരുണ നിനക്ക് അവനോട് തോന്നിക്കൂടെയോ? അവൻ കടം തീർക്കുന്നത് വരെ ദണ്ഡിപ്പിക്കുന്നവരുടെ കയ്യിൽ ഈ രാജാവ് ഏൽപ്പിച്ചു എന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു. സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിപ്പാഞ്ഞാൽ ദൈവം നമ്മോടും ക്ഷമിക്കുകയില്ല. 2005 പത്മശ്രീ നൽകി ആദരിച്ച ശ്രീമതി ഗ്ലാഡീസ് 1965 മുതൽ കുഷ്ഠരോഗികളെ ശുശ്രൂഷിച്ച ഓസ്ട്രേലിയൻ മിഷണറി ഗ്രഹം സ്റ്റുവർട്ട് സ്റ്റെയിൻസ് അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിന്റെ 10ഉം 6ഉം വയസ്സുള്ള ഫിലിപ്പിനെയും തീമത്തിയെയും 2 മക്കളെയും ഒരു ബജറാന്തൾ പ്രവർത്തകൻ ജീപ്പിലിട്ട് ദാരുണമായി കത്തിച്ചു കളഞ്ഞു. അദ്ദേഹത്തിന്റെ ഭാര്യ ആ മതഭ്രാന്തന്മാരോട് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു, ദൈവം അവനെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞു. ദൈവത്തോട് ചെയ്ത തെറ്റുകൾക്ക് ദൈവം നമ്മോട് ക്ഷമിക്കുമ്പോൾ ആ ക്ഷമ നാം മറ്റുള്ളവരോടും കാണിക്കണം. ക്ഷമിച്ചില്ല എങ്കിൽ സൃഷ്ടി വീണ്ടും വീഴ്ചയിലേക്ക് പോകും. മനുഷ്യന്റെ വിമോചനമാണ് പ്രപഞ്ച വിമോചനത്തിന്റെ മുഖ്യ ഹേതു. ദൈവത്തിൽ നിന്ന് നാം സൗജന്യമായി ലഭിക്കുന്ന പാപക്ഷമ മറ്റുള്ളവരിലും ആ അനുഭവത്തിൽ നാം ജീവിക്കേണ്ടതാണ്. പാപം വരുന്ന വഴികൾ കണ്ടറിഞ്ഞ് അതിലും രക്ഷപ്പെടുക. പഴമക്കാർ പറയുമായിരുന്നു, ശാസിക്കാൻ മറന്നാലും ക്ഷമിക്കാൻ മറക്കരുത്. വെറുപ്പിന് അടിമപ്പെടരുത്. ക്ഷമയാണ് നമ്മുടെ വിശ്വാസത്തിന്റെ ബലം. യേശുക്രിസ്തു ക്രൂശിൽ പ്രാർത്ഥിച്ചത് നാം ഓർക്കുമല്ലോ. പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്നറിയായകൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ. പ്രാർത്ഥിക്കാം. കർത്താവേ, പാപം ഞങ്ങളുടെ വീഴ്ചയ്ക്ക് കാരണമാക്കി. ആദി പിതാവും മാതാവും പാപം ചെയ്തു. അതിലൂടെ പാപം എല്ലാവരിലേക്കും വന്നു. വചനം പറയുന്നു, എല്ലാവരും പാപം ചെയ്തു ദൈവദേശമില്ലാത്തവരായി തീർന്നു. എന്നാൽ ആ പാപത്തിൽ നിന്ന് മനുഷ്യനെ രക്ഷിക്കുവാൻ ദൈവം പദ്ധതിയിട്ടു. യേശുവിൻ്റെ രക്തത്തിലൂടെ, ആ രക്തത്തിലെ വിശ്വാസത്തിലൂടെ യേശു നമുക്ക് മറുവിലയായി നൽകിക്കൊണ്ട് നമ്മെ വീണ്ടെടുത്തു. അതിനായി സ്തോത്രം. ആ വീണ്ടെടുപ്പ് പ്രാപിച്ച നാം മറ്റുള്ളവരോടും ക്ഷമ കാണിക്കണമെന്ന് ഞങ്ങളെ പഠിപ്പിക്കുന്നു. അത് അനുവർത്തിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങോട്ട് അപേക്ഷിക്കുന്നു. ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. അങ്ങനെ ഞങ്ങൾ വീഴ്ചയിൽ നിന്ന് മുക്തി നേടുവാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. സർവശക്തിയുടെ പിതാവായി ആകാശത്തെയും ഭൂമിയിൽ കാണപ്പെടുന്നവയും കാണപ്പെടാത്തവയുമായുള്ള സകലത്തെയും സൃഷ്ടിച്ചവനായ ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകജാതനായ ഏകകർത്താവായ യേശുക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. അവൻ സർവ്വലോകങ്ങൾക്കും മുമ്പേ തന്റെ പിതാവിൽ നിന്നപ്പെട്ടവൻ, ജനിപ്പിക്കപ്പെട്ടവൻ, ദൈവത്തിൽ നിന്ന് ദൈവം, പ്രകാശത്തിൽ നിന്ന് പ്രകാശം, സത്യത്തിൽ നിന്ന് സത്യവും, ജനിപ്പിക്കപ്പെട്ടവൻ, ഉണ്ടാക്കപ്പെട്ടവനല്ല, പിതാവിന്റെ ദൈവത്തിൽ മുഴുവൻ അവനാൽ സർവ്വം ഉണ്ടായി.
അവൻ മനുഷ്യരായ നമുക്കും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യാമറിയയിൽ അവതരിച്ച് മനുഷ്യനായിത്തീർന്നു. പൊന്തിയോസ് പിലാത്തോസിന്റെ കീഴിൽ നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടു. അവൻ കഷ്ടപ്പെട്ടു, അടക്കപ്പെട്ടു. തിരുവെഴുത്തിൽ പ്രകാരം മൂന്നാം ദിവസം ഉയിർത്തെഴുന്നേറ്റു. സ്വർഗ്ഗത്തിലേക്ക് കയറി പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. അവൻ ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായവിധിക്കാൻ മഹത്വത്തോടെ വീണ്ടും വരും. അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകുകയില്ല. കർത്താവ് ജീവിപ്പിക്കുന്നവനും പിതാവിനും പുത്രനും പുറപ്പെടുന്നവനും പിതാവിനോടും പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട് മഹത്വപ്പെടുന്നവനും പ്രവാചകന്മാരുടെ പ്രേക്ഷിതനുമായ പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കുന്നു. കാത്തോലിക്ക അപ്പോസ്തലികമായ ഏകവിശ്വാസത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. പാപമോചനത്തിനുള്ള ഏകബപ്തിസ്മയെ ഞാൻ അനുസരിക്കുന്നു. മരിച്ചവരുടെ ഉത്ഥാനത്തിനും വരുവാനുള്ള ലോകത്തിലെ ജീവനും ഞാൻ കാത്തിരിക്കുന്നു. ആമേൻ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി ഒന്നാമത്തെ ലിത്താനി നമുക്ക് ഉപയോഗിക്കാം. ഒന്നാമത്തെ ലിത്താനി. ഓരോ അപേക്ഷയുടെയും പിന്നാലെ കർത്താവെ ഞങ്ങളെ കേൾക്കണമേ എന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു എന്ന് പ്രതിവാക്യമായി പറയണം. കർത്താവെ ഞങ്ങളെ കേൾക്കണമേ എന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. സകല മനുഷ്യർക്ക് വേണ്ടിയും പ്രാർത്ഥനകളും യാചനകളും സ്തോത്രങ്ങളും അർപ്പിക്കണമെന്ന് ഞങ്ങളെ ഉപദേശിച്ചിരിക്കുന്ന സർവശക്തനായ ദൈവമേ, ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കേൾക്കണമേ. സത്യത്തിൻ്റെയും ഒരുമയുടെയും ഐക്യത്തിൻ്റെയും ആത്മാവ് കൊണ്ട് ലോകമെങ്ങുമുള്ള സഭയെ ഇടവിടാതെ ഉദ്യോഗിപ്പിക്കാൻ നിനക്ക് ഇഷ്ടമുണ്ടാകണമേ. കർത്താവെ ഞങ്ങളെ കേൾക്കണമേ എന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. നിന്റെ പരിശുദ്ധ നാമത്തെ ഏറ്റുപറയുന്ന എല്ലാവരും നിന്റെ വിശുദ്ധ വചനത്തിലെ സത്യത്തിൽ യോജിച്ച് ഒരുമയോടും സ്നേഹത്തോടും വസിക്കേണ്ടതിനും ധൈര്യത്തോടും വിശ്വസ്തയോടും അതിന് സാക്ഷ്യം വഹിക്കേണ്ടതിനും കൃപ നൽകുവാൻ നിനക്ക് ഇഷ്ടമുണ്ടാകണമേ. കർത്താവെ ഞങ്ങളെ കേൾക്കണമേ എന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. സകല ജാതികളെയും നീതിയുടെയും സമാധാനത്തിൻ്റെയും മാർഗത്തിൽ നയിപ്പാൻ നിനക്ക് ഇഷ്ടമുണ്ടാകണമേ. കർത്താവെ ഞങ്ങളെ കേൾക്കണമേ എന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ഞങ്ങളും സകല മനുഷ്യരും ദൈവഭക്തിയോടും സമാധാനത്തോടും ഭരിക്കപ്പെടേണ്ടതിന് എല്ലാ ഭരണാധികാരികളെയും വിശേഷാൽ ഞങ്ങളുടെ രാഷ്ട്രപതിയെയും പ്രധാനമന്ത്രിയെയും നിർമ്മലവും സമാധാനപരവുമായ ജ്ഞാനത്താൽ നടത്തുവാൻ നിനക്ക് ഇഷ്ടമുണ്ടാകണമേ. കർത്താവെ ഞങ്ങൾ കേൾക്കണമേ എന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. സകല ബിഷപ്പന്മാരും പ്രസ്ബിറ്റന്മാരും ദിയാക്കന്മാരും ഞങ്ങളുടെ മോഡറേറ്റർ, ഉത്തരേന്ത്യ സഭയുടെ മോഡറേറ്റർ, മർത്തോമ സഭയുടെ മെത്രോപൊലീത്ത, ഞങ്ങളുടെ ബിഷപ്പ് തങ്ങളുടെ നടപ്പ് കൊണ്ടും ഉപദേശം കൊണ്ടും നിന്റെ സത്യവും ജീവനുമുള്ള വചനത്തെ പ്രസിദ്ധപ്പെടുത്തുവാനും നിന്റെ വിശുദ്ധ സാക്രമെന്റുകളെ ശരിയായും ക്രമമായും ആചരിപ്പാനും അവർക്ക് കൃപ നൽകുവാൻ നിനക്ക് ഇഷ്ടമുണ്ടാകണമേ. കർത്താവെ ഞങ്ങളെ കേൾക്കണമേ എന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. സുവിശേഷ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാവരെയും നടത്തി അനുഗ്രഹിക്കുവാനും എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും ആരോഗ്യ കേന്ദ്രങ്ങളെയും ആതുരശാലകളെയും നിന്റെ ആത്മാവിനാൽ പ്രകാശിപ്പിക്കാനും നിനക്ക് ഇഷ്ടമുണ്ടാകണമേ. കർത്താവെ ഞങ്ങളെ കേൾക്കണമേ എന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. നിന്റെ സ്വർഗീയ ആശീർവാദത്താൽ ഞങ്ങൾ വരൾച്ചയിൽ നിന്നും ക്ഷാമത്തിൽ നിന്നും വിടുവിക്കപ്പെട്ട് ഭൂമിയുടെ ബലങ്ങളെ അതത് സമയത്ത് നന്ദിയോടെ അനുഭവിപ്പാൻ തക്കവണ്ണം കൃപ നൽകുവാൻ നിനക്ക് ഇഷ്ടമുണ്ടാകണമേ. കർത്താവെ ഞങ്ങളെ കേൾക്കണമേ എന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. നിന്റെ സകല ജനങ്ങളും പ്രത്യേകം ഇവിടെ കൂടിയിരിക്കുന്ന ഈ സഭയും സൗമ്യ ഹൃദയത്തോടും നല്ല ഭക്തിയോടും നിന്റെ വിശുദ്ധ വചനത്തെ കേട്ട് കൈക്കൊണ്ട് അവരുടെ ആയുസ്സിൻ നാളൊക്കെയും വിശുദ്ധിയിലും നീതിയിലും തങ്ങളുടെ വിവിധ വിളികളിൽ നിന്നെ സത്യമായി സേവിപ്പാൻ അവർക്ക് നിന്റെ സ്വർഗീയ കൃപ നൽകുവാൻ നിനക്ക് ഇഷ്ടമുണ്ടാകണമേ. കർത്താവെ ഞങ്ങളെ കേൾക്കണമേ എന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. കർത്താവെ, സ്ഥിരമില്ലാത്ത ഈ ആയുസ്സിൽ ഉപദ്രവമോ ദുഃഖമോ ഞെരുക്കമോ രോഗമോ മറ്റു വല്ല അനർത്ഥമോ ഉള്ള എല്ലാവരെയും നിന്റെ നന്മ കൊണ്ട് ആശ്വസിപ്പിച്ച് സഹായിപ്പാൻ നിനക്ക് ഇഷ്ടമുണ്ടാകണമേ. കർത്താവെ ഞങ്ങളെ കേൾക്കണമേ എന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. നിന്നിലുള്ള വിശ്വാസത്തോടും ഭയഭക്തിയോടും ഈ ആയുസ്സിനെ വിട്ടുപോയവരായ നിന്റെ എല്ലാ ദാസർക്കായും ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. അവരോടുകൂടെ ഞങ്ങളും നിന്റെ സ്വർഗീയ രാജ്യത്തിന് ഓഹരിക്കാരാകേണ്ടതിന് അവരുടെ നല്ല ദൃഷ്ടാന്തങ്ങളെ പിന്തുടരുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമെന്നും ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. Glory be to God. Welcome one and all in the precious name of our Lord and Savior, Jesus Christ.
Thank you, Lord, for keeping us safe and providing for us through this pandemic era. The coming week, 14th of February, Sunday, Brother Reuben has opened his doors for us to gather under his roof to partake in the Holy Communion at 11 a.m. May I invite all our brothers and sisters living in that vicinity to assemble at his residence to partake at the Lord's table. Please remember, we will be following all the protocols and procedures laid down by the government. We are also working on the various programs for the coming Lenten season. The details will be let known in due course. Please do pray for our project. Yes, we are having some financial challenges. Help us to overcome them through prayers. Thank you, Achin, Rijo and family for helping us with this worship. Thank you. God bless us all. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. നിന്റെ രാജ്യം വരേണമേ. നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്കിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതല്ലോ. ആമേൻ. വിശ്വാസത്തോടുകൂടി ആശീർവാദം കൈക്കൊള്ളാം. ദൈവത്തിന്റെ കരുണയുള്ള കൃപയിലും കാവലിലും ഞങ്ങൾ നിങ്ങളെ ഭരമേൽപ്പിക്കുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. കർത്താവ് തിരുമുഖം നിങ്ങളുടെ മേൽ പ്രകാശിപ്പിച്ച് നിങ്ങളോട് കൃപയുള്ളവനാകട്ടെ. കർത്താവ് തിരുമുഖം നിങ്ങളുടെ മേൽ ഉയർത്തി നമുക്കെല്ലാവർക്കും സമാധാനം നൽകുമാറാകട്ടെ. ഇങ്ങനെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായുള്ള സർവശക്തനായ ദൈവത്തിന്റെ അനുഗ്രഹം നമ്മുടെ ഇടയിൽ ഉണ്ടായി നാം എല്ലാവരോടും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. Swarga